പശ്ചിമ ബംഗാൾ സംസ്കാരത്തിന്റെയും കലയുടെയും നാട്. എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ നാട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭീകരമായ ഒരു അവസ്ഥയുണ്ട്. ഒരു നാടിനെ ഗുണ്ടായുസത്തിന്റെയും ആക്രമണങ്ങളുടെയും കേന്ദ്രമാക്കി മാറ്റിയ മമതയുടെ ഭരണത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. പുറമെ നിന്ന് നോക്കുമ്പോൾ എല്ലാം ശാന്തം എന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ ഒരു ഭൂകമ്പം നടക്കുന്നുണ്ടായിരുന്നു. പശ്ചിമ ബംഗാളിന്റെ തെരുവുകളിലും ഗ്രാമങ്ങളിലും ആക്രമണം അഴിച്ചുവിട്ടത് ഈ നാട്ടിൽ ജനിച്ചു വളർന്നവരല്ല, മറിച്ച് അതിർത്തി കടന്നു വന്ന നുഴഞ്ഞുകയറ്റക്കാരായിരുന്നു എന്നത് ഇന്ന് ആർക്കും നിഷേധിക്കാനാവാത്ത സത്യമാണ്. സ്വന്തം നാട്ടുകാരേക്കാൾ വലിയ ആക്രമണകാരികളായി അവർ മാറിയിരുന്നു. ഈ നാടിനെ ഇത്രയും കാലം അടക്കി ഭരിച്ചത് ഈ നുഴഞ്ഞുകയറ്റക്കാരായിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ പശ്ചിമ ബംഗാളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ഇന്ന് ബംഗാളിൽ നമ്മൾ കാണുന്നത് വിപ്ലവകരമായ ഒരു മാറ്റമാണ്. വർഷങ്ങളായി ഇവിടെ താവളമുറപ്പിച്ച് ഭരണകൂടത്തിന്റെ ഒത്താശയോടെ അവിടുത്തെ നാട്ടുകാരുടെ അവകാശങ്ങൾ കവർന്നെടുത്ത നുഴഞ്ഞുകയറ്റക്കാരെ BJP സർക്കാർ തുരത്തി ഓടിച്ചിരിക്കുന്നു. അതിർത്തിയിലെ മുള്ളുവേലികൾക്കപ്പുറത്തേക്ക് അവർ ഭയന്നോടുന്ന കാഴ്ചയാണ് ഇന്ന് ബംഗാൾ കാണുന്നത്. അതെ, ഈ മണ്ണിൽ ഇനി ആക്രമികൾക്കും നുഴഞ്ഞുകയറ്റക്കാർക്കും സ്ഥാനമില്ലെന്ന് BJP വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി മനസ്സിലാക്കേണ്ടത് ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയ കളി തന്നെയാണ്. ഇതിന് കൂട്ടുനിന്നത് മമതയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് സർക്കാരാണ്. സ്വന്തം വോട്ട് ബാങ്കിന് വേണ്ടി മമത ബംഗാളിലെ തീരെഴുതി കൊടുക്കുകയായിരുന്നു. ബംഗ്ലാദേശികളെ കൂട്ടുപിടിച്ച് അവർക്ക് റേഷൻ കാർഡും വോട്ടർ ID നൽകി നാടിന്റെ സുരക്ഷയെ തന്നെ അവർ തകർത്തു. ഒരു ഭരണാധികാരി തന്നെ നാടിനെ നാശത്തിലേക്ക് നയിച്ചോ എന്ന് ചോദിച്ചാൽ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ബംഗാൾ. ഇനി ഇതിനൊരു അന്ത്യം കുറിക്കാൻ രംഗപ്രവേശനം ചെയ്തത് ഇന്ത്യ കണ്ട ഏറ്റവും കരുത്തരായ ഭരണാധികാരികളാണ്. നരേന്ദ്രമോദിയും അമിത്ഷായും. വാക്കുകളിലല്ല, കർമ്മത്തിൽ വിശ്വസിക്കുന്ന ഇവർ അധികാരത്തിലെത്തിയതോടെ കാര്യങ്ങൾ പാടെ മാറിമറിഞ്ഞു. നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണവും അമിത്ഷായുടെ തീരുമാനങ്ങളുമാണ് ബംഗാളിന്റെ ഗതി മാറ്റിയത്. രാജ്യസുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത മോദി സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് ഇന്ന് അതിർത്തിയിൽ കാണുന്നത്. അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷം അതിർത്തി സുരക്ഷ വെറുമൊരു ഔദ്യോഗിക നടപടിയല്ലാതെയായി മാറി. ചിക്കൻ നെക്ക് ഇടനാഴികൾ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ സംരക്ഷിക്കാൻ സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകിയത് അമിത്ഷായുടെ ആത്മവിശ്വാസം തന്നെയാണ്. ആധുനിക സാങ്കേതിക വിദ്യകളും ഡ്രോണുകളും നിരീക്ഷണ ക്യാമറകളും ഉപയോഗിച്ച് അതിർത്തികളെ ഒരു കോട്ട പോലെ അവർ കാത്തു സൂക്ഷിക്കുന്നു. ഇനി അതിർത്തിയിലെ ആ ദൃശ്യങ്ങളാണ്. ഹക്കിപ്പൂർ ചെക്ക് പോസ്റ്റിലും മറ്റും നമ്മൾ കണ്ട കാഴ്ചകൾ. വർഷങ്ങളായി അവിടെ താവളമുറപ്പിച്ചവർ ഭീതിയോടെ തിരികെ പോകുന്നതാണ്. ഇത് കാണിക്കുന്നത് ഒരു കാര്യം മാത്രമാണ്: കളി മാറിയിരിക്കുന്നു. സുവേന്ദു അധികാരിയെ പോലെയുള്ള നേതാക്കൾ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്: വിദേശ നിയമം അനുസരിച്ച് നിയമവിരുദ്ധമായി ഇവിടെ താമസിക്കുന്ന ഒരാൾ പോലും ഇനി ഇവിടെ തുടരരുത് എന്ന്. എല്ലാ ജില്ലകളിലും തടങ്കൽ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് അവരെ കണ്ടെത്തി തിരിച്ചയക്കുന്ന നടപടികൾ വളരെ വേഗത്തിൽ അവിടെ പുരോഗമിക്കുകയാണ്. ഈ വിഷയം ബംഗാളിന് മാത്രം ബാധകമാണോ? ഒരിക്കലുമല്ല. നമ്മുടെ കേരളത്തിലേക്കൊന്ന് നോക്കൂ. ഇവിടെ ജോലി തേടിയെത്തിയവർ എന്ന പേരിൽ എത്ര പേർ തിരഞ്ഞെടുപ്പ് സമയത്ത് സ്വന്തം നാട്ടിലേക്ക് വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്? അങ്ങനെ പോയവരിൽ പലരും ഇന്ന് തിരികെ ജോലിക്ക് വന്നിട്ടില്ല. പിന്നെ അവർ എവിടെ പോയി? അവർ തിരിച്ചു വരാത്തത് എന്തുകൊണ്ടാണ്? അത് വ്യക്തമാണ്. അവർ യഥാർത്ഥ തൊഴിലാളികളല്ല, മറിച്ച് ഇവിടെ കടന്നുകൂടിയ നുഴഞ്ഞുകയറ്റുകാർ തന്നെയാവാം. നമ്മുടെ നാട്ടിലും ഇത്തരം ഒരു അട്ടിമറി നടക്കുന്നുണ്ട് എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. മോദി ഷാ കൂട്ടുകെട്ടിൽ BJP ഭരിക്കുന്ന ബംഗാളിൽ മാറ്റം സാധ്യമാണെങ്കിൽ കേരളത്തിലും അതൊരു വലിയ മുന്നറിയിപ്പാണ്. നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കി നാടിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന വലിയ ചുവടുവെപ്പ് ബംഗാളിൽ തുടങ്ങിക്കഴിഞ്ഞു. മമതയുടെ 15 വർഷത്തെ ദുർഭരണത്തിനും ആക്രമണങ്ങൾക്കും അറുതി വരുത്തിക്കൊണ്ട് നിയമം കയ്യിലെടുക്കുന്ന ഗുണ്ടകൾക്ക് മറുപടി നൽകി ഇന്ത്യയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ആ വലിയ ദൗത്യം ബംഗാളിൽ വിജയിച്ചു. ഇനി നമ്മുടെ മണ്ണ്, നമ്മുടെ അവകാശം, അത് സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഈ മാറ്റം അനിവാര്യമാണ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു നാടിന്റെ മുഖ്യമന്ത്രി ആയിരുന്നിട്ടും സ്വന്തം മണ്ണിലേക്ക് നുഴഞ്ഞുകയറ്റക്കാരെ കൂട്ടുപിടിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ച് ഭരണം നടത്തിയ ഒരു ഭരണാധികാരിയുടെ അവസ്ഥ എന്തായിരിക്കും? മമതയുടെ ഭരണം ഇന്ന് ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലാണ്. താൻ വളർത്തിയെടുത്ത വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെ ഒടുവിൽ അവർക്ക് വിനയായിരിക്കുന്നു. സ്വന്തം നാട്ടിലെ ജനങ്ങളെക്കാൾ ഉപരിയായി നുഴഞ്ഞുകയറ്റക്കാർക്ക് സംരക്ഷണം നൽകിയ മമത ഇന്ന് രാഷ്ട്രീയമായി പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. സ്വന്തം മണ്ണിൽ സ്വന്തം ആളുകളെ വഞ്ചിച്ചതിന്റെ വലിയ വിലയാണ്
പദ്ധതികളാണ് മമത ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുന്നത്. ഒരു മുൻ മുഖ്യമന്ത്രി ആയിരുന്നിട്ടും നുഴഞ്ഞുകയറ്റക്കാർക്ക് വേണ്ടി അമിതമായി വാദിക്കുകയും അവരുടെ അജണ്ടകൾക്ക് കൂട്ടുനിൽക്കുകയും ചെയ്ത മമതയുടെ അവസ്ഥ ഇന്ന് ലജ്ജാകരമാണ്. ഇന്ന് ബംഗാളിന്റെ മാറ്റത്തിന്റെ കാറ്റ് വീശുമ്പോൾ ആ മാറ്റത്തിന്റെ ഇരയായി മമത മാറിയിരിക്കുകയാണ്. ഇത്രയും കാലം നുഴഞ്ഞുകയറ്റക്കാരെ കൈപ്പിടിയിൽ ഒതുക്കി ഭരണം നടത്തിയ മമത തോറ്റുപോയിരിക്കുന്നു. അതെ, ഭരണകൂടം തന്നെ നുഴഞ്ഞുകയറ്റക്കാർക്ക് ഒപ്പം നിന്നാൽ ആ നാട് എങ്ങനെയായിരിക്കുമെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ പശ്ചിമ ബംഗാൾ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു കാര്യം വ്യക്തമാണ്, നാടിന്റെ സുരക്ഷയ്ക്കും സംസ്കാരത്തിനും മുകളിലല്ല രാഷ്ട്രീയം. അതിർത്തികൾ സുരക്ഷിതമല്ലാത്ത ഒരു നാടിന് ഭാവിയില്ല. മോദി ഷാ കൂട്ടുകെട്ടിന്റെ കരുത്തിൽ BJP സർക്കാർ ബംഗാളിനെ വീണ്ടെടുക്കുകയാണ്. നുഴഞ്ഞുകയറ്റക്കാരുടെ പിടിയിൽ നിന്ന് ബംഗാളിനെ മോചിപ്പിച്ചുകൊണ്ട് ഓരോ പൗരനും അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു നാടായി ബംഗാളിനെ അവർ മാറ്റുകയാണ്. ഈ മാറ്റം നമ്മൾക്ക് നൽകുന്ന വലിയ പാഠമുണ്ട്. രാഷ്ട്രീയ സുരക്ഷയ്ക്ക് വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു ഭരണാധികാരിയും അധികകാലം വാഴില്ല. ബംഗാൾ ഇന്ന് ഉണർന്നിരിക്കുകയാണ്. മമതയുടെ ആക്രമണ രാഷ്ട്രീയത്തിന് തിരശ്ശീല വീണിരിക്കുന്നു. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിലും ഭയാനകമായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. ബംഗാളിലെ തെരുവുകളിൽ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന കേന്ദ്ര സേനയ്ക്ക് നേരെ പോലും കല്ലേറും ആക്രമണങ്ങളും നടന്നു. ആരാണ് ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ? പകൽ പോലെ വ്യക്തമാണ്. അവിടെ ആക്രമണം അഴിച്ചുവിടുന്നതും കേന്ദ്ര സേനയെ വരെ വെല്ലുവിളിക്കുന്നതും അതിർത്തി കടന്നു വന്ന ആ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരാണ്. നമ്മുടെ നിയമത്തെയും സുരക്ഷാ സംവിധാനത്തെയും ഇവർ തങ്ങളുടെ കാലിനടിയിൽ ചവിട്ടി മെതിക്കുന്നു. ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് ചോദിച്ചാൽ, സ്വന്തം നാടിനെ തകർക്കാൻ ഒരു മുഖ്യമന്ത്രി തന്നെ തുനിഞ്ഞിറങ്ങുമ്പോൾ ആ നാടിന്റെ അവസ്ഥ എന്താകുമെന്നതാണ്. താൻ ഭരിച്ചിരുന്ന നാടിന്റെ സുരക്ഷയ്ക്കും അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവനും ഒരു വിലയും നൽകാതെ നുഴഞ്ഞുകയറ്റക്കാരുടെ അജണ്ട നടപ്പിലാക്കാൻ കൂട്ടുനിന്ന മമതയുടെ ഈ നിലപാട് എന്തൊരു ലജ്ജാകരമാണ്. സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷാ സേനയെ ആക്രമിക്കുന്നവരെ സംരക്ഷിക്കുന്ന ഒരു ഭരണാധികാരിയെ ചരിത്രം എങ്ങനെയാണ് രേഖപ്പെടുത്തുക? മമതയുടെ ഭരണത്തിൽ ബംഗാൾ ഒരു വൻ ദുരന്തത്തിലേക്കാണ് കൂപ്പുകുത്തിപ്പോയത്. ഗുണ്ടായിസവും ആക്രമണവും കൊണ്ട് നാടിനെ ശ്വാസം മുട്ടിച്ച മമതയുടെ 15 വർഷത്തെ ഭരണം ഇന്ന് അവിടെ തരിപ്പണമായിരിക്കുകയാണ്. അവർ വളർത്തിയെടുത്ത നുഴഞ്ഞുകയറ്റക്കാർ ഇന്ന് അവരുടെ കസേരയ്ക്ക് തന്നെ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ഇത്രയും കാലം സ്വന്തം നാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചതിന്റെ വലിയ വിലയാണ് മമതയ്ക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തോറ്റുപോയ ഒരു ഭരണാധികാരിയുടെ നിസ്സഹായ അവസ്ഥയാണ് ഇന്ന് നമ്മൾ ബംഗാളിൽ കാണുന്നത്. പക്ഷേ ഇനിയും സമയമുണ്ട്. മോദി ഷാ കൂട്ടുകെട്ടിന്റെ നേതൃത്വത്തിൽ BJP ബംഗാളിനെ വീണ്ടെടുക്കുകയാണ്. പശ്ചിമ ബംഗാളിൽ നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സുപ്രധാനമായ മാറ്റം വെറുമൊരു രാഷ്ട്രീയ സംഭവമല്ല, മറിച്ചൊരു ജനതയുടെ ആത്മാഭിമാനവും ദേശ സുരക്ഷയും വീണ്ടെടുക്കാനുള്ള പോരാട്ടം തന്നെയാണ്. പതിറ്റാണ്ടുകൾ നീണ്ട പ്രീണന രാഷ്ട്രീയത്തിന് അവസാനമിട്ടുകൊണ്ട് ഇന്ത്യയുടെ അതിർത്തികളെയും സംസ്കാരത്തെയും സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട ഈ കർശനമായ തീരുമാനങ്ങൾ ഫലങ്ങൾ ഉള്ളതാണ്. ഇന്ന് പശ്ചിമ ബംഗാൾ ഉണർന്നിരിക്കുകയാണ്. നുഴഞ്ഞുകയറ്റക്കാരുടെ പിടിയിൽ നിന്ന് മുക്തമായി യഥാർത്ഥ ഭാരതീയന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പുതിയ ബംഗാളിനെയാണ് നിങ്ങൾ കാണുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.